അതിലെ അവിടെ കാവലും അവിടെ ചൂടാക്കിയിട്ട് അപ്പം തന്നെ സെറ്റാകും കേട്ടോ. എന്താ പരിപാടി ആളുകൾ. ശരിക്കും ഒരു ബ്രഷല്ല ഇവർ കേട്ടോ യൂസ് ചെയ്യുന്നത്. കമ്പി ഉണ്ടോ, കറക്റ്റ് അളവിലുള്ള കമ്പി വെച്ചിട്ട് ബ്രഷ് അതിൻ്റെ മുകളിൽ തട്ടിച്ചങ്ങോട്ട് കൈകാര്യം ചെയ്യാം. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് നമ്മുടെ പന്തീരങ്കാവ് മേഖലയിലാണ്. പന്തീരങ്കാവ് ഏരിയ, കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്കാവ് ഏരിയയിൽ. അപ്പോൾ ഇന്ന് കുറേ കാലമായി നമ്മുടെ സബ്സ്ക്രൈബർമാരൊക്കെ പറയുന്നു പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന്. ഇന്ന് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടാലോ. കേട്ടോ, ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റ് ആട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഡിവൈഡറിൻ്റെ മുകളിലൊക്കെ ഫുള്ള് അവിടെ പെയിൻറ്റിങ് കഴിഞ്ഞു. പന്തീരങ്കാവ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ അങ്ങ് ദൂരെ പന്തീരങ്കാവ് ഫ്ലൈ ഓവർ ആട്ടോ. അവിടെ കാണുന്ന കുറച്ചും കൂടി ആ തലക്കൽ കാണുന്നത് പന്തീരങ്കാവ് ഫ്ലൈ ഓവറാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ രാമനാട്ടുകര ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തേക്കുള്ള കാഴ്ച കേട്ടോ. അപ്പം കണ്ടോ, ബ്ലാക്ക് പെയിൻ്റാണ് അവർ ലൈനിട്ട് ഇങ്ങനെ പോകുന്നത്. ശരിക്കും ഒരു ബ്രഷല്ല ഇവർ കേട്ടോ യൂസ് ചെയ്യുന്നത്. കമ്പി ഉണ്ടോ, കറക്റ്റ് അളവിലുള്ള കമ്പി വെച്ചിട്ട് ബ്രഷ് അതിൻ്റെ മുകളിൽ തട്ടിച്ചങ്ങോട്ട് കൈകാര്യം ചെയ്യാം. കണ്ടേ, അടിപൊളി പരിപാടിയല്ലേ. അതിൽ മുക്കി ഇതിന് മുമ്പ് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ വര ചെയ്ത് പോയിട്ടുണ്ട് അവർ. അതിന് കണക്കായിട്ട് ആ ബ്രഷ് പിടിച്ചെടുക്കുക, ഒറ്റ ലൈനിടല്. പരിപാടി അടിപൊളി കേട്ടോ. അത് നമ്മൾ ബ്രഷ് കൊണ്ട് തന്നെ അടിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചാലാണ് ഇങ്ങനത്തെ ഐഡിയകളൊന്നും വരാതിരിക്കുക കേട്ടോ. അവർ ശരിക്കൊരു നമ്മുടെ വാഷിങ്ങിന് ഉപയോഗിക്കുന്നതായിട്ട് ഒരു സാധനമാണ് അവർ ഉപയോഗിക്കുന്നത്. ആ ഗ്രില്ല്, കമ്പിൻ്റെ ഗ്രില്ലുണ്ടാക്കിയിട്ട് കറക്റ്റ് അവർ ബ്ലാക്ക് മാർക്ക് ചെയ്ത് പോവുക. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്ന് ഫില്ല് ചെയ്യാനുണ്ടാവുള്ളൂ കേട്ടോ. ഇനി വൈറ്റ് അടിക്കുന്ന സമയത്ത് അവർ ചിലപ്പം മറ്റേ ടാപ്പ് ഒട്ടിക്കാനും സാധ്യത ഉണ്ട്. ഈ ഏരിയയിലൊക്കെ ഫുള്ള് ബ്ലാക്ക് മാർക്ക് ചെയ്യുന്ന ടീമാട്ടാ. ഇവിടെയൊക്കെ ക്യാമ്സിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ. ഇപ്പോൾ പഴയ നമ്മുടെ പൂളാങ്ങര ഹെൽത്ത് സെൻ്ററിലേക്ക് പോണ റോഡ് അതാണ്. ഇനി അങ്ങോട്ട് പന്തീരങ്കാവ് ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർ ഇപ്പം ഇവിടെ ഇപ്പോൾ തൽക്കാലമൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിവൈഡറിൻ്റെ അവിടെയൊക്കെ അടക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പന്തീരങ്കാവ് നിന്ന് വരുന്ന ആൾക്കാർ ഇതിലേ ഇങ്ങനെ വന്നിട്ട് അതിലേ അങ്ങനെ സർവീസ് റോഡ് കൂടി പോയിട്ട് അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് വേണം ഹെൽത്ത് സെൻ്ററിലേക്ക് പോകാനായിട്ട്. ഒരു 1-2 കിലോമീറ്റർ എക്സ്ട്രാ സഞ്ചരിച്ചതിന് ശേഷം ഹെൽത്ത് സെൻ്ററിലേക്ക് എത്താൻ കഴിയുള്ളൂ കേട്ടോ. ഒരുപാട് ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു ഏരിയയാണ്. സംഭവം നല്ല ഹരമുണ്ട് കേട്ടോ. പെയിൻറ്റിങ് കണ്ടിട്ട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ ആത്മിൻ്റെ നമ്മൾ എടുത്തല്ലേ, ഇനി ഈ ആത്മിൻ്റെ കാണാം. അടിപൊളി പരിപാടി. അപ്പോൾ അവിടേക്കൊക്കെ കൂടുതൽ വേറെ പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി നോക്കട്ടോ. അങ്ങനെ എന്തായാലും ഇവിടെ അതാ ബ്ലാക്ക് അവർ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് റോളർ കൊണ്ടാണ് അവർ ഫില്ല് ചെയ്യുന്നത്. സംഭവം ഏഷ്യൻ പെയിൻറ്റിൻ്റെ സാധനം കേട്ടോ. ഏഷ്യൻ പെയിൻറ്റിൻ്റെ നമ്പർ 1 സാധനമാണോ.
ഇവിടെയൊക്കെ പണിക്കാരുണ്ട്. സംഭവം സെറ്റാട്ടോ. എന്താലേ KMC ഇവിടെ ഫുള്ള് ഫിനിഷ് ചെയ്ത് എങ്ങനെ പോവാട്ടോ. നല്ല ഹാരല്ലേ നമ്മുടെ റോഡ് കാണാൻ. ഇനി ഇവിടെയൊക്കെ ലൈൻ ഇടാനേ ഉള്ളൂ. ലൈനൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ. KMC ഞാൻ രാമനാട്ടിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോട്ടെ. ചിലപ്പോൾ ലൈൻ ഇടാന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടി നമ്മൾ ഇതിൽ കൊള്ളിക്കാം. അപ്പോൾ ഇവർ വൈറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ച് പോവാണ് അല്ലേ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ബ്ലാക്ക് ഫില്ല് ചെയ്യുക. സംഭവം സെറ്റ്. 2 കോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഇവർ 2 കോട്ട് അടിക്കും. ഒരു കോട്ടിൽ നിൽക്കൂല. മൂപ്പരാൾ നമ്മളെ വൈറ്റ് പെയിൻറ്റ്. നിങ്ങൾ मलयालिया हिंदी अല്ലേ? बस काम करो मैं छोटा वीडियो बना यूट्यूब में आएगा. ഈ ഭാഗത്ത് ഫൈനൽ ടാറിങ് കഴിഞ്ഞില്ല അല്ലേ. അവിടെയൊക്കെ ഹോൾസ് ഫൈനൽ ടാറിങ് കഴിയാതെ ഒരു പെയിൻറ്റിങ് ചെയ്യും. അപ്പോൾ ആ ഹോൾസൊക്കെ വെറുതെ ആയിരിക്കും വെള്ളം പോകാനുള്ള. അവിടെയൊക്കെ കുറച്ച് പൊങ്ങി കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് വെള്ളം പോകാനുള്ള സാധ്യത ഇല്ല കേട്ടോ. അവിടെയൊക്കെ ഒരു ഇറക്കാണ്. അപ്പോൾ വെള്ളം ഒരു പോക്ക് അങ്ങനെ അങ്ങോട്ട് പോകും. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയട്ടോ. ഈ ഭാഗത്തെ റോഡ് കുറേ കാലമായിട്ട് അടച്ചിട്ട് കേട്ടോ. അതായത് ഇവർ നമ്മളെ മൂർക്കനാട് ഭാഗത്തുണ്ടല്ലോ, മൂർക്കനാട് ഭാഗത്ത് ചെറിയൊരു സർവീസ് റോഡ് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വർക്ക് നടക്കുന്നത് എന്താണെന്നുള്ളത് അറിയില്ല. അത് പോയി നോക്കട്ടെ. അത് കാരണം കേട്ടോ ഇവർ ഈ റോഡ് അടച്ചിട്ടിരിക്കുന്നത്. അടഞ്ഞ് വർക്ക് കഴിഞ്ഞിട്ടേ ഇത് ഓപ്പൺ ആക്കാൻ സാധ്യതയുള്ളൂ. നമ്മൾ രാമനാട്ടുകര ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ലൈനിടൽ കർമ്മം നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അതാ മെഷീന്. എന്താ പരിപാടി, അതിൽ തീ കത്തിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോ. ചൂടാക്കിക്കൊണ്ട് ഉണ്ടോ. ഇതിന്ന് ഈ സാധനം ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങുക. ഇവിടെ ഒരു കമ്പി ഉണ്ടില്ലേ, അതാട്ടോ ഒരു മാർക്കിങ്. അത് ലൈൻ ആദ്യം ഇട്ടിരിക്കുന്നത് അതിൻ്റെ മുകളിലെ കമ്പിൻ്റെ അടയാളം പിടിച്ചിട്ട് കറക്റ്റ് കേട്ടോ. തൊടാൻ പറ്റുമോ? ബൈ. അതിലെ അവിടെ കാവലും അവിടെ ചൂടാക്കിയിട്ട് അപ്പം തന്നെ സെറ്റാവും കേട്ടോ. എന്താ പരിപാടി ഉള്ളത്. അടിപൊളി പരിപാടി. അപ്പോൾ ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ ആൾക്കാരാട്ടോ. സബ് എടുത്തിട്ടുള്ള പരിപാടിയാന്ന് തോന്നുന്നു, എന്താ അറിയില്ല. എന്തായാലും അവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തമിഴന്മാരാട്ടോ എല്ലാവരും. അപ്പോൾ ഇവർ ഈ വണ്ടിയിൽ നിന്നാണ്, വണ്ടിയിലൊക്കെ പുക പോണുണ്ടാവുള്ളത്. ആ സാധനം ചൂടായിക്കൊണ്ട് കേട്ടോ. അതിൽ ഇവരെ ചെറിയ വണ്ടിയിലേക്ക് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ മെഷീൻ നേരത്തെ കാണിച്ചില്ലേ, അതുപോലെ അങ്ങനെ പോകട്ടോ. അപ്പം അതുകൂടാതെ വേറെ ഒരു ഐറ്റംസ് ഈ ലോറി പോകുമ്പോഴേ ഇവർ ഈ ഡിവൈഡർ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അടയാളം വെക്കാനുള്ള, ഈ ലോറിൻ്റെ മുകളിൽ കെട്ടിയിട്ടാട്ടോ. റോഡിൻ്റെ മുകളിൽ കൂടി എങ്ങനെ വലിച്ചു കൊണ്ടുപോകുക. ആരും എടുത്തു കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. തന്ത്രപരമായിട്ടുള്ള നീക്കാണ് അതൊക്കെ. ഓ നല്ല ചൂടാണ്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും സംഭവിക്കും.
അതിൻ്റെ ഉള്ളിൽ ആക്കലും അത് സെറ്റാവലും കേട്ടോ. ഞാനൊരു മിനിറ്റ് ഇത് അപ്പം തന്നെ ചൂടാകുമ്പോൾ തന്നെ സെറ്റാവട്ടത്. അടിപൊളി പരിപാടി. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മളെ റോഡിൻ്റെ മുകളിലുള്ള അടിപൊളി കാഴ്ചകളാണ്. വെറൈറ്റി ഇതുവരെ ചെയ്യാത്ത വീഡിയോ ആട്ടോ നമ്മളിന്ന് ചെയ്തത്. പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ, അതുപോലെ നമ്മുടെ ലൈൻ ഇടുന്ന വീഡിയോ. അടിപൊളിയായില്ലേ? ഈ ലൈൻ ഇടലൊക്കെ ഒന്നും കൂടി വൃത്തിയായിട്ട് നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് വൈകിട്ട് നേരെ വൈകി എത്താൻ അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് കാണിച്ചു തരുന്നു കേട്ടോ. എന്നാലും അത്യാവശ്യം കാണിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ. ഹലോ സ്നേഹിതന്മാരെ, നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ ഗേഡർ എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ടോ. ഗേഡർ ഇതാ 110 ടണ്ണ് വെയിറ്റുള്ള ഗേഡറുകളാട്ടോ അങ്ങനെ എടുത്ത് വെക്കുന്നത്. കോരപ്പുഴ പാലത്തിൻ്റെ വിശേഷങ്ങളടിയ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലോഞ്ചറൊക്കെ ഫിറ്റ് ചെയ്തു, അടിപൊളി. ഇനി സെൻട്രൽ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ അടിപൊളി വീഡിയോ തയ്യാറാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.